ബഡ്സ് ഡേ വാരാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ഇന്ദിരാ സ്പർശം ബഡ് സ്കൂളിൽ ബഡ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ബഡ്സ് ഡേ വാരാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ഇന്ദിരാ സ്പർശം ബഡ് സ്കൂളിൽ ബഡ്സ് ഡേ ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ അപ്പനെയും അമ്മയും ദൈവം തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്നതാണ്. അതായത് ഈ മാലാഖ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അവരെ സംരക്ഷിക്കുവാനായിട്ട്, അവരുടെ ചിറകരിഞ്ഞു പോകാതിരിക്കുവാനായിട്ട്, അവർ വെയിലത്ത് വാടാതിരിക്കുവാനായിട്ട്, അവർ കൂടുതൽ ഉയരങ്ങളിൽ പറക്കുവാനായിട്ട് അനുവദിക്കാൻ പറ്റുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത്, ആ മാലാഖമാരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത് നിങ്ങൾ മാതാപിതാക്കൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ്. നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ് നിങ്ങൾ ഓരോ മാതാപിതാക്കളും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാം. എന്ത് ജീവിതത്തിലൊരു പ്രശ്നമോ സങ്കടമോ എന്തൊക്കെ വന്നാലും നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെ കഴിഞ്ഞും കൂടുതൽ ദുരിതവും സങ്കടമൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ടെന്നേ. നമ്മളിത് കണ്ടു തുറന്ന് കാണാത്തതുകൊണ്ടാണ്. ശരിക്കും എൻ്റെ പ്രശ്നമാണ് എനിക്ക് വരുന്നത്, അല്ലേ? ഇന്നിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം കൊച്ചു ചോദിച്ച ഒരു സമയം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ അവരുടെ കാര്യത്തോടെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റിയില്ല. നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM ഷുക്കൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അഗസ്റ്റിൻ തോമസ് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും നൽകി. കുട്ടികളുടെ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, അസം ബീഗം, വാർഡ് കൗൺസിലർമാരായ ഷേർലി പൗലോസ്, ഷീത റാണി, മനു പോൾ, മുഹമ്മദ് ചെറുകപ്പള്ളി, ICDS സൂപ്പർവൈസർ, ബഡ് സ്കൂൾ അധ്യാപിക രമ്യ രാജ്, CDS ചെയർപേഴ്സൺ ധന്യ അരുൺ, കുടുംബശ്രീ പ്രവർത്തകർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.